ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് വിശേഷങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് എൻ്റെ ഈ കൊച്ചു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ബിഗ് ബോസ് മലയാളം സീസൺ 6 ശക്തനായ മത്സരാർത്ഥിയാണ് ജിൻഡോ. തുടക്കത്തിൽ അകത്തുള്ളവരും പുറത്തുള്ളവരും എഴുതിത്തള്ളിയ മത്സരാർത്ഥിയായിരുന്നു ജിൻഡോ. മണ്ടനാണെന്ന് എല്ലാവരും വിധി എഴുതി. എന്നാൽ പിന്നീട് കണ്ട് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരെക്കാളും ജനപ്രീതിയുള്ള താരമായി ജിൻഡോ മാറുന്നതാണ്. തന്നെ മണ്ടനെന്ന് വിളിപ്പിച്ചവരെ കൊണ്ട് മലയ്ക്ക എന്ന് വിളിപ്പിക്കാനും കൈയടിപ്പിക്കാനും ജിൻഡോയ്ക്ക് സാധിച്ചു. അതേസമയം ജിൻഡോയുടെ പ്രസ്താവനകളും പ്രവൃത്തികളും പലപ്പോഴും വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സഹതാരങ്ങളോടുള്ള ജിൻഡോയുടെ സമീപനങ്ങളും വിമർശിക്കപ്പെട്ടു. എങ്കിലും ഈ സീസണിൽ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള താരങ്ങളിൽ ഒരാളായി മാറാൻ ജിൻഡോയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇതാ ജിൻഡോയെക്കുറിച്ചുള്ള കുറിപ്പ്. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് ഞാനിവിടെ നിങ്ങൾക്കെല്ലാവർക്കും മുമ്പിൽ ഷെയർ ചെയ്യുകയാണ്. ജിൻഡോയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾക്ക് ഓരോന്നായി മറുപടി നൽകുകയാണ് കുറിപ്പിലൂടെ. ജിൻഡോയ്ക്ക് സംസാരത്തിൻ്റെ ഫ്ലോ കുറവാണ്. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരുണ്ട്. അവരൊക്കെ വലിയ വലിയ നിലയിലെത്തിയവരുമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. എത്രയോ പരിമിതികളിൽ നിന്നാണ് ജിൻഡോ സ്കൂൾ കാലഘട്ടത്തിൽ പോലും കഠിനമായി ജോലി ചെയ്യുകയും ബാറിലെ ഛർദി കോരുകയും ജീവിച്ചു വന്ന് ഫിസിക്കൽ ട്രെയിനറായി 8 ഫിസിക്കൽ സെൻറ്റർ വരെ സ്റ്റാർട്ട് ചെയ്തു. ചില്ലറ സിനിമകളിൽ അഭിനയിച്ച് ബോഡി ബിൽഡപ്പ് ചെയ്യാൻ എത്രമാത്രം മാനസിക ഉറപ്പ് വേണം. അങ്ങനെ ജീവിതത്തിൽ സക്സസ് ആയ മനുഷ്യനാണ്. കുറേ സംസാരിക്കാൻ കഴിയില്ല. ജന്മന ചില കുട്ടികൾ അങ്ങനെയാണ്, സംസാരിച്ച് ഫലിപ്പിച്ചു കഴിയാറില്ല. ചിലർ നന്നായി സംസാരിക്കും. ബിഗ് ബോസിൽ വന്നതിനു ശേഷം തെറ്റുപറ്റി. അദ്ദേഹത്തെ തെറി വിളിച്ചവരെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ചീത്ത പറയാറില്ല. പെൺകുട്ടികൾ ഗെയിം കളിച്ചാൽ മോശം എന്നല്ല, ഫിസിക്കലി മെയിലിൻ്റെ അത്ര സ്ട്രോങ് അല്ല എന്നാണ് പറഞ്ഞത്. ഗ്യാസ് വിട്ടത് അത് സ്വാഭാവികം. ഞോറയെ പോലെ ചൊറിയുന്നവർ അത് അർഹിക്കുന്നു. കളിയിൽ തട്ടിക്കളയും എന്ന പ്രയോഗം അത് ചെസ് കളിക്കുമ്പോൾ കരുക്കൾ തട്ടിക്കളയും എന്നർത്ഥമേ അതിന് കാണേണ്ടതുള്ളൂ. ഹൗസ് എല്ലാവരും എതിരികളായി കാണുന്നു. ഇതുമാത്രമാണ് അതിൻ്റെ അർത്ഥം. ജിൻഡോ എന്തു ചെയ്തു? നല്ല എൻ്റർടൈനറാണ്. മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ട്. നമ്മളെയൊക്കെ ഒരാൾ മണ്ടൻ എന്ന് വിളിച്ചാൽ നമ്മൾ തളർന്നു പോകും. 19 പേർ ഒരുമിച്ച് മണ്ടൻ എന്ന് വിളിച്ചിട്ടും തളരാതെ നിന്നു. എല്ലാവരും അധിക്ഷേപിച്ചിട്ടും പിടിച്ചു നിന്നു. ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കി തന്നെയാണ് ജിൻഡോ ഗെയിം കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പ്രേക്ഷകരായ എൻ്റെ വോട്ട് ജിൻഡോയ്ക്ക് മാത്രം. നെഗറ്റീവ് കമൻറ്റ് പ്ലീസ് അവോയ്ഡ്. ഈ പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഇഗ്നോർ.